ഇതിനു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഇൻഡക്ടറിന് അക്രോസ് ഒരു AC സോഴ്സ് കണക്ട് ചെയ്യുകയും ശേഷം കറണ്ടിനെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സർക്യൂട്ടിലെ കറന്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. വോൾട്ടേജും കറന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ടിനെയും ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇവിടെ V0 ഡിവൈഡഡ് ബൈ ഒമേഗ L എന്ന് പറയുന്നത് മാക്സിമം കറണ്ടായ I0 ആണ്. ഈ രണ്ട് ഇക്വേഷനെയും നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം രണ്ടിനെയും ഒരേ ഫംഗ്ഷനിലേക്ക് മാറ്റണം. അതിനാൽ നമ്മൾ ഈ കോസ് ഫംഗ്ഷനെ സൈൻ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ π/2 മൈനസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. അതിനാൽ മൈനസ് കോസ് ഒമേഗ ടിയെ നമുക്ക് മൈനസ് സൈൻ π/2 മൈനസ് ഒമേഗ ടി എന്ന് എഴുതാൻ സാധിക്കും. മൈനസ് സൈൻ തീറ്റ എന്നതിനെ സൈൻ മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റുന്നതിനാൽ ഈ നെഗറ്റീവ് സൈനിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും. ഇവിടുന്ന് നമുക്ക് കറണ്ടിനെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇവിടെ കറണ്ടിന്റെ ഇക്വേഷനിൽ നിന്നും വോൾട്ടേജിന്റെ ഇക്വേഷനിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും വോൾട്ടേജിന്റെ ഫേസ് ഒമേഗ ടി എന്നും എന്നാൽ കറണ്ടിന്റെ ഫേസ് ഒമേഗ ടി മൈനസ് π/2 എന്നുമാണ് വരുന്നതെന്ന്. അതായത് കറണ്ടിന്റെ ഫേസ് വോൾട്ടേജിന്റെ ഫേസിൽ നിന്ന് π/2 എന്ന ആംഗിൾ പുറകിലാണ് ഉള്ളത്. അതിനാൽ ഒരു പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കറന്റ് 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ പിന്നിലായിരിക്കും. വോൾട്ടേജ് ഒരു സൈൻ ഫംഗ്ഷൻ ആയതിനാൽ അതിന്റെ ഗ്രാഫ് ഈ രീതിയിൽ ഒരു സൈൻ വേവ് ആയിരിക്കും. അടുത്തത് നമ്മൾ കറണ്ടിന്റെ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ പോയിന്റിൽ ഒമേഗ ടി എന്നത് 0 ആയതിനാൽ വോൾട്ടേജ് 0 ആയിരിക്കും. ഒമേഗ ടി 0 ആവുമ്പോൾ ഇവിടെ സൈൻ മൈനസ് π/2 എന്നാണ് വരുന്നത്. ഇത് -1ന് ഈക്വൽ ആയതിനാൽ കറണ്ട് -I0 എന്നാണ് വരുന്നത്. അതായത് ഈ പോയിന്റിൽ കറണ്ടിന്റെ വാല്യൂ നെഗറ്റീവ് മാക്സിമം ആയിരിക്കും. ഇത് വോൾട്ടേജ് മാക്സിമം ആവുന്ന പോയിന്റ് ആയതിനാൽ ഒമേഗ ടിയുടെ വാല്യൂ π/2 എന്നായിരിക്കും വരുന്നത്. ഒമേഗ ടി π/2ന് ഈക്വൽ ആയതിനാൽ ഈ പോയിന്റിൽ കറണ്ട് 0 ആയിരിക്കും. വോൾട്ടേജ് 0 ആയതിനാൽ ഈ പോയിന്റിൽ ഒമേഗ ടി π എന്നാണ് വരുന്നത്. എന്നാൽ π മൈനസ് π/2 എന്നത് π/2ന് ഈക്വൽ ആയതിനാൽ കറണ്ട് പോസിറ്റീവ് മാക്സിമം ആയിരിക്കും വരുന്നത്. അതിനാൽ കറണ്ടിന്റെ ഗ്രാഫ് ഈ രീതിയിലാണ് വരുന്നത്. ഈ പോയിന്റിൽ വോൾട്ടേജ് 0 ആവുന്നുണ്ടെങ്കിലും കറണ്ട് 0 ആവുന്നത് കുറച്ച് സമയത്തിന് ശേഷമാണ്. അതുപോലെ ഈ ടൈമിൽ വോൾട്ടേജ് മാക്സിമം ആണ്. എന്നാൽ കറണ്ട് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ മാക്സിമം ആവുന്നുള്ളൂ. ഇവിടുന്ന് കറന്റ് ഈസ് ലാഗിംഗ് ബിഹൈൻഡ് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഈ ഗ്രാഫിനെ ഈ രീതിയിൽ പുറകോട്ട് മൂവ് ചെയ്യിക്കുകയും ശേഷം y ആക്സിസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കറന്റും വോൾട്ടേജും ഓസിലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും പിങ്ക് കളറിലുള്ള കറന്റ് വോൾട്ടേജിനെ പിന്തുടരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വോൾട്ടേജ് ആദ്യം അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ കറന്റ് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തുന്നുള്ളൂ.